ഹലോ ഗെയ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട്. ഇന്നലെ രാത്രിയിൽ നാത്തൂൻ്റെ മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാത്തൂൻ്റെ മോന് ഇന്ന് അബുദാബി പോവാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് ലീവ് എടുത്തിട്ടുണ്ട്. എയർപോർട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലീവ് എടുത്തത്. അപ്പോൾ ഇന്ന് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ പുട്ടും പട്ടാണിക്കറിയായിരുന്നു. പിന്നെ ലഞ്ചിന് അമൂറ ഫ്രൈ ചെയ്തതും, പിന്നെ ഉമ്മ വാഴപ്പിണ്ടി മുതിരട്ടുങ്ങാണ്ട് അങ്ങനെ ഒരു കറി ഉണ്ടാക്കി. പിന്നെ പപ്പടും. ഇതൊക്കെയായിരുന്നു ലഞ്ചിന്. അപ്പോൾ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞ് വീട് വൃത്തിയാക്കി, മുറ്റം ക്ലീനാക്കി, അതൊക്കെ കഴിഞ്ഞ് ബാത്റൂം ക്ലീനിങ്, വാഷ് ബേസ്, സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് കുളിച്ച് ഫ്രഷായി. ലഞ്ചിന് ശേഷം ഞാനും മോളും ഇക്കയും പോയി. ആദ്യം ഒറൈസിലാണ് പോയിട്ട് അവിടെ നിന്ന് പിന്നെ മാംഗോ ജ്യൂസും ചിക്കൻ സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാരേ പോയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചു. ഈ ഒരു മാസത്തിനുള്ള സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്തൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഒരു പൗഡർ മേടിച്ചിട്ടുണ്ട് യാർഡിൽ. കുറേ കാലമായി പൗഡർ യൂസ് ചെയ്തിട്ട്. വല്ലപ്പോഴും പുറത്ത് പോകുമ്പോൾ പൗഡർ ചിലപ്പോൾ ആവശ്യമാണ്. അത് കരുതി യാർഡിലിൻ്റെ പൗഡറാണ് മേടിച്ചത്. എനിക്ക് ഇഷ്ടമുള്ള ഒരേ ഒരു പൗഡറാണിത്. അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അലോവേറൻ്റെ ഹെയർ ഓയിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ പാരച്യൂട്ടാണ് മേടിക്കുക. ഇപ്രാവശ്യം അലോവേറൻ്റെതാണ് മേടിച്ചത്. പിന്നെ സ്പഞ്ച്, ഡിഷസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി സ്പഞ്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഇത് ആവശ്യമായിരിക്കും. പിന്നെ മേടിച്ചത് ഡോക്ടർ വാഷ്, അതുപോലെ ഡിഷ് വാഷ്. ഈ ഒരു ഡിഷ് വാഷ് യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നും വന്നില്ല. അപ്പോൾ ഇനി മുതൽ ഈ ഒരു ഡിഷ് വാഷ് യൂസ് ചെയ്യാമെന്ന് കരുതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫാൻ ക്ലീനറാണ്. ഇതവിടെ കണ്ടപ്പോൾ ഇതൊരെണ്ണം മേടിച്ചു. പിന്നെ എനിക്കും ഇക്കും ബ്രഷ്, പിന്നെ കുട്ടിക്കൂറിൻ്റെ ഒരു ഹാൻഡ് വാഷ് മേടിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേ ഫ്രീ, പിന്നെ കുറച്ച് ബൂസ്റ്റ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഹോർലിക്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്കിൻ മാസ്ക് മേടിച്ചിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ. പിന്നെ ഇത് മോള് മേടിച്ചതാണ്, ഒരു സോർപ്പങ്ക് എന്ന് പറഞ്ഞിട്ടൊരു മിഠായി. ചതച്ച ചില്ലി മുളക്, കാശ്മീരി ചില്ലി പൗഡർ. ഇപ്പോൾ സാധാരണ ഞങ്ങൾ മുളക് പൊടിക്ക് ഈ ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മോളൊരു മിറർ മേടിച്ചിട്ടുണ്ടായിരുന്നു. മോൾക്ക് സ്കൂൾക്ക് മദ്രസയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു മിറർ മേടിച്ചതാണ്. വറുത്ത റവപ്പൊടി, ക്രീമി പട്ടാണി, ചന, പിന്നെ വെല്ലുള്ളി 2 കിലോ. പിന്നെ വീടിൻ്റെ മുറ്റ അടിച്ച് വാരിയിട്ട് വേസ്റ്റ് കോരാൻ വേണ്ടിയിട്ടൊരു വലിയൊരു മുറം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ബ്ലൂ ആയിരുന്നു. ഇപ്രാവശ്യം ഈ കളറാണ് കിട്ടിയത്. അപ്പോൾ ഇത് മേടിച്ചു. പിന്നെ ഫിഷ് മസാല, പുട്ടുപൊടി, മുതിര, ഗരം മസാല, മീറ്റ് മസാല, ഫിഷ് ഫ്രൈ, അതുപോലെ അറേബ്യൻ അൽഫഹാം മസാല. അപ്പോൾ ഇതാദ്യമായിട്ടാണ് മേടിക്കുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നൊരു മസാല മേടിച്ചിട്ടുണ്ട്. ചുക്കുപൊടി, മമ്പയർ, അണ്ടിമുന്തിരി, ചിയ സീഡ്, പിന്നെ ഗരം മസാല, മിഠായി മേറ്റ്, ഗീ, ബിരിയാണി അരി. പിന്നെ വേറൊരു ഐറ്റം മേടിച്ചിട്ടുണ്ട്, വുഡ് ഇയറിംഗ് സെറ്റ്. അതുപോലെ ഒരു വെറൈറ്റി ബ്രഷ് മേടിച്ചിട്ടുണ്ട്. പിന്നെ 2 വൂളൻ സെറ്റ് മേടിച്ചു. പിന്നെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നൂല് മേടിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു ഡസന് സൂചി മേടിച്ചിട്ടുണ്ട്. പിന്നെ മഷ്റൂം, ഇത് വേറൊരു തരം മഷ്റൂമാണ്. പിന്നെ കാടമുട്ട. പിന്നെ മോളൊരു യൂണിക്കോണിൻ്റെ പേന മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി, അറേബ്യൻ കബ്സ കിറ്റ്, പാൽപ്പൊടി, മൈദപ്പൊടി, 2 കിലോൻ്റെ ചപ്പാത്തി, ചക്കിയാട്ട. ഞാൻ ആശീർവാദമാണെന്ന് വിചാരിച്ചിട്ട് മേടിച്ചത്, പക്ഷേ ചക്കിയാട്ടായി പോയല്ലോ. ഓയിൽ, കക്കരിക്ക. പിന്നെ ലോഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്സിക്കം മേടിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ ബീട്രൂട്ട് ഉണ്ട്, പപ്പടമുണ്ട്, കറി ലീഫ്, വഴുതനങ്ങ. ഭക്ഷണമാണ് ഔഷധം, ഗോതമ്പ് തൊട്ട്. പിന്നെ ടൊമാറ്റോ, മോള് മേടിച്ചതാണ്. നൂഡിൽസ്, ചെറുപയർ, കേട്, RKG, ചീസ്. ലോഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ മേടിച്ചതാണ് ചീസ്. പിന്നെ അമരക്ക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമരക്ക. പിന്നെ ബ്രോക്കോളി, പച്ചമുളക്, പിന്നെ 5 കിലോ ഷുഗർ, സോൾട്ട്, ഫ്രഞ്ച് ഫ്രൈസ്, മസ്ക് ബണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബണ്ണ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഇവൻ്റെ ലിക്വിഡാണ് മേടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് യാരയിൽ പോയിട്ട് ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത്. ഈ ഒരു മാസത്തിനുള്ള സാധനങ്ങളാണ് ഉള്ളത്.
പിന്നെ അത് മേടിച്ച് വന്നു. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മോളും ഉമ്മയും നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ചായയൊക്കെ കുടിച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ കാര്യങ്ങൾ. പിന്നെ പുറത്തലക്കിയിട്ടുള്ള ഒഴിവാക്കിയിട്ടുള്ള ഷോള്, പിന്നെ എൻ്റെ നൈറ്റി, അതിന് 3/4 വരുന്നുണ്ട്. പിന്നെ അതിലൊക്കെയുള്ളൊരു കാപ്പി ഷോൾ, അതൊരു ചുരിദാർത്ത് അതിൻ്റെ ബോർഡറിൽ വരുന്ന കളറിലുള്ളൊരു ചുരിദാറിൻ്റെ ഇതിൻ്റെ ഷോളാണത്. ഓക്കെ, അപ്പോൾ ഈ ഷോളും നെറ്റൊക്കെ ഒഴിവാക്കിയതാണ്, കഴുകിയിട്ടതാണ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. പുതിയ വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.